ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബയുടെ ഒരു അത്ഭുത ലീലയെക്കുറിച്ചാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ബാബയുടെ ഭക്തന്മാർക്ക് വേണ്ടി എത്രത്തോളമാണ് ബാബ തൻ്റെ പ്രസൻസ് കാണിക്കുന്നതെന്നും എത്രത്തോളമാണ് അത്ഭുതങ്ങൾ നടത്തുന്നതെന്നും. അപ്പോൾ ഈ അത്ഭുതം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി നീന എന്ന് പറയുന്ന ഒരു അമ്മയാണ് കേട്ടോ. അമ്മയുടെ ഫുൾ നെയിം എനിക്ക് അത്ര ഓർമ്മയില്ല. നീന എന്നാണ് ആ ഭക്തയുടെ പേര്. അമ്മ ഒരു സായി ഡിവോട്ടിയായി മാറുന്നത് അവരുടെ അച്ഛനിലൂടെയായിരുന്നു കേട്ടോ. കാരണം ആ അമ്മയുടെ അച്ഛൻ്റെ പേര് നാരായൺ താക്കൂർ എന്നായിരുന്നു. അദ്ദേഹം വലിയൊരു ബാബ ഡിവോട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബാബയെ സേവിക്കുന്നതും ബാബയെ ആരാധിക്കുന്നതും ഒക്കെ കണ്ട് വളർന്നതുകൊണ്ടാണ് നീന എന്ന അമ്മയും അതേ വഴി സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ ബാബയെ വിശ്വസിച്ച് ബാബയെ ആരാധിച്ച് ബാബയുടെ സച്ചരിത്ര വായിച്ച് ബാബയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ വരും തലമുറയും അത് ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ വരും തലമുറയ്ക്കും ബാബയെ അറിയാനും ബാബയെ ആരാധിക്കാനുമുള്ളൊരു ഭാഗ്യം നമ്മളിലൂടെ കിട്ടുകയാണല്ലേ. അപ്പോൾ ആ ഒരു പുണ്യവും ആ ഒരു ഭാഗ്യവും നമുക്ക് ബാബ തന്നതിന് നമുക്ക് ആദ്യമേ ബാബയോട് നന്ദി പറഞ്ഞ് ഇന്നത്തെ അത്ഭുത ലീല ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഈ നീന എന്ന് പറയുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് സെപ്റ്റിസീമിയ എന്ന് പറയുന്നൊരു അസുഖം ബാധിച്ച് ഫുൾ കോമയിലോട്ട് പോവുകയാണ് കേട്ടോ. ആ കോമയിലിരുന്ന അമ്മ എങ്ങനെയാണ് ബാബയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ കാണുന്ന ഈ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബാബയുടെ ആ ഒരു മിറാക്കിൾ. അപ്പോൾ അമ്മ ഫുൾ കോമയിലാവുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ഈ കോമയിൽ നിന്നും സ്വാഭാവികമായിട്ടും അതിനൊരു മോചനമില്ല, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ജീവിതത്തിലോട്ട് മടങ്ങി വരും. അതാണ് അമ്മയുടെ കണ്ടീഷനായിരുന്നത്. അപ്പോൾ അമ്മ പറയുന്നത്, ആ കോമയിലായിരുന്ന സമയത്ത് ഒരു ദിവസം അമ്മയ്ക്ക് ഒരു സ്വപ്നം അമ്മ കാണുകയാണ്. അമ്മ കാണുന്ന സ്വപ്നമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഷിരഡി സായി സമാധി മന്ദിർ, അതേ ആ സമാധി മന്ദിറിൽ അമ്മ നടന്നു പോവുകയും നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ബാബയുടെ വിഗ്രഹം, അത് ഞാൻ പറയാൻ കാരണം, ബാബയുടെ വിഗ്രഹമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇന്ന് കാണുന്ന നമ്മുടെ ബാബ, ആ ബാബയുടെ അടുത്തേക്ക് ബാബയുടെ സമാധി കടന്ന് അതിനടുത്തുകൂടെ പോയി ബാബയുടെ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി അമ്മ ഇരിക്കുകയും ബാബയുടെ ആ പാദത്തിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. ഇതാണ് അമ്മ കാണുന്ന സ്വപ്നം. മുറുകെ ഇങ്ങനെ ഉറച്ചിങ്ങനെ പിടിക്കുന്ന സമയത്ത് അമ്മ കാണുന്നത് ബാബയുടെ പ്രത്യക്ഷ രൂപമായിരുന്നു ആ അമ്മ കണ്ടത്. അതുകൊണ്ട് അത് കണ്ട ഉടനെ തന്നെ അമ്മ വീണ്ടും ബാബയുടെ പാദങ്ങളിൽ ഇങ്ങനെ മുറുകെ ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ബാബ വളരെ ശക്തമായിട്ട് ആ അമ്മയുടെ ദേഹത്തെ ഇങ്ങനെ തട്ടി ഉണർത്തുകയാണ്. എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായി തട്ടി ഉണർത്തുന്നുണ്ട്. ആ അമ്മ പെട്ടെന്ന് ഉണരുന്ന സമയത്ത് ബാബ അമ്മയോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ മോശം അവസ്ഥയിലൂടെ നീ കടന്നു പോയിരുന്നാലും, സഹിക്കാൻ പറ്റാത്ത വേദനകൾ വരുമ്പോഴും, നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും, അതുമല്ല നിനക്ക് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നീ ചെയ്യേണ്ടത്, ഇപ്പോൾ നീ എൻ്റെ ഈ പാദത്തിൽ മുറുകെ പിടിക്കുന്നത് പോലെ എൻ്റെ ഈ പാദത്തിൽ മുറുകെ പിടിക്കുകയും നീ എൻ്റെ പാദങ്ങളിൽ സർവസ്വ ശരണാഗതി അടയുകയും ചെയ്യണം. അങ്ങനെ സംഭവിക്കുന്ന നിമിഷം ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നാണ് ബാബ പറഞ്ഞത്. ഇത്രയും മാത്രമാണ് ബാബ പറഞ്ഞത്. നീ എൻ്റെ കാൽക്കൽ ഇപ്പോൾ പിടിക്കുന്നത് പോലെ നിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും, എടുത്തു പറഞ്ഞത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എൻ്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുന്ന സമയത്ത്, നീ എന്നിൽ സർവസ്വ ശരണാഗതി അർപ്പിക്കുന്ന സമയത്ത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ബാബു പറയുന്നു. ഇതാണ് ആ അമ്മ കണ്ട സ്വപ്നം. പെട്ടെന്ന് ആ സ്വപ്നം മായുകയും ബാബ പ്രത്യക്ഷമാവുകയും ആ അമ്മയുടെ ദേഹത്ത് ആ അമ്മയ്ക്ക് തോന്നുന്നത് വലിയൊരു സർപ്പം ഇങ്ങനെ തല മുതൽ പാദം വരെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നൊരവസ്ഥ. വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ് അമ്മയ്ക്ക്. ഉടൻ തന്നെ ആ സർപ്പം ഇങ്ങനെ തല മുതൽ പാദം വരെ ഇങ്ങനെ ഇഴയുകയാണ്. അപ്പോൾ ആ അമ്മ പറയുകയാണ്, ബാബ ഞാനിപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ എൻ്റെ കൈകളോ കാലുകളോ ഒന്നും എനിക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ സർപ്പമാണെങ്കിൽ എൻ്റെ തല മുതൽ പാദം വരെ ഇഴയുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥ. ഞാൻ എന്താണ് ബാബ ചെയ്യേണ്ടത്? എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഇപ്പോൾ ബാബ നൽകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം കോമയിലാണ് അമ്മയ്ക്ക് സംഭവിക്കുന്നത്. ആ അമ്മയ്ക്ക് ഓർമ്മ വരികയാണ്, ബാബ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എൻ്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുക എന്ന്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ബാബ ഞാൻ ബാബയുടെ പാദങ്ങളിൽ
ഞാൻ മുറുകെ പിടിക്കുകയാണ്. എന്നെ ഈ ഒരു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ബാബ പ്രത്യക്ഷപ്പെടുകയും ബാബയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുകയാണ്. അമ്മ, ബാബ പറയുന്നത്, ഇപ്പോൾ നിൻ്റെ ദേഹത്ത് ആ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സർപ്പമെന്ന് പറയുന്നത് സർപ്പമായല്ല നീ കാണേണ്ടത്. നിൻ്റെ ജീവൻ കൊണ്ടുപോകാൻ വന്ന ആ ഒരു മരണം എന്നുള്ള ആ ഒരു അവസ്ഥയെ ഞാൻ എന്നിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. ഞാൻ എടുത്തു മാറ്റിയ വിധമെന്ന് പറയുന്നത് ഒരു സർപ്പത്തിലൂടെയാണ് എന്നുള്ളത് നീ മനസ്സിലാക്കൂ. ഇനി നീ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും മാറി നീ പരിപൂർണ ആരോഗ്യത്തോടെ നീ ഉണർന്നെഴുന്നേൽക്കും എന്നാണ് അമ്മയോട് പറഞ്ഞത്. അങ്ങനെ അമ്മ കോമയിൽ നിന്നും പുറത്ത് വരികയും പതിയെ ആരോഗ്യം വീണ്ടെടുക്കുകയുമാണ് ചെയ്തത്. ഇത് നീന എന്ന് പറയുന്ന അമ്മ അവരുടെ തന്നെ അത്ഭുത ലീലകളിൽ അവർ തന്നെ എഴുതിയ കാര്യമാണ്. ഇത് വലിയൊരു കാലയളവിലൊന്നും സംഭവിച്ചതല്ല. കൂടിപ്പോയാൽ ഒരു 10-15 വർഷത്തിന് മുൻപ് സംഭവിച്ചതായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ മറ്റൊരു അത്ഭുതമെന്ന് പറയുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നീന എന്ന് പറയുന്ന അമ്മയുടെ, ഞാൻ പറഞ്ഞല്ലോ നാരായൺ ഠാക്കൂർ എന്ന് പറയുന്ന അവരുടെ പിതാവിനെ കുറിച്ച്, അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അത്ഭുത ലീലയെക്കുറിച്ച് ഞാൻ പറയാൻ കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതും ഇതുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ബാബ എന്തിനാണ് എൻ്റെ പാദങ്ങളിൽ നീ സർവസ്വ ശരണാഗതി അടയൂ എന്ന് പറയാൻ കാരണമെന്നും അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നാളെ പറയാം അതിനെപ്പറ്റി. ഇന്ന് ഈ പറഞ്ഞ ഒരു ബാബയുടെ മിറാക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് എന്ത് തന്നെ കഷ്ടങ്ങൾ വന്നിരുന്നാലും, നമുക്ക് എത്ര തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനകൾ സമ്മാനിച്ചാലും നമ്മൾ പറയേണ്ടത്, ബാബയുടെ തൃപ്പാദങ്ങളിൽ സർവസ്വ ശരണാഗതി അടയാൻ എന്നെ അനുവദിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോബ്ലംസിനെല്ലാം ഞാൻ ബാബയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മൾ ഫുൾ സറണ്ടർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ബാബ പ്രത്യക്ഷനാകും. ചിലപ്പോൾ പല രൂപങ്ങളിലായിരിക്കാം. ബാബ ഏത് രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിയാലും അതെല്ലാം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് ബാബയോടുള്ള ഭക്തി പൂർണ്ണമാകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, മോശം സാഹചര്യങ്ങളിലും, നല്ല നല്ല നിമിഷങ്ങളിലും ബാബയുടെ സാമീപ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഇത് എനിക്ക് പറയാൻ സാധിച്ച എനിക്കും കേൾക്കാൻ സാധിച്ച നിങ്ങളെയും ഒരുപോലെ ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഓം സായിറാം.